ഇതൊക്കെ ഒട്ടിച്ചൊന്ന് ശരിയാക്കണമല്ലോ. എത്ര കൊതിച്ചിട്ടും മതി, അത് പൊളിക്കല്ലേ, അത് അവിടെ ഇരുന്നോട്ടെ. എന്റെ പൊന്നോ, പൊളിച്ചെടുക്കല്ലേ. ആ അവിടെ ഒരു ചെറിയ റൂമുണ്ട്. പൈങ്കിളി എന്റെ അടുത്ത് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. അളിയന്റെ കേസ് തീരുമാനാക്കി അവള് മിണ്ടും. ആരുടെയെങ്കിലും കാലിൽ പിടിച്ചിട്ടെങ്കിലും ആ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ശരിയായി കൊടുക്കണം. എന്റെ പൊന്നേട്ടാ, നമുക്ക് പിടിക്കാൻ പറ്റുന്ന കാലൊന്നും പോലീസുകാരുടെ കൂട്ടത്തിലില്ല. നമ്മൾ പിടിച്ച കുലുക്കത്തുമില്ല. അയ്യോ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയാവുന്നത്? നിന്റെ വാക്ക് കേട്ട് ആ ചെറുക്കൻ അവിടെ കളഞ്ഞിട്ട് പോയതാണ്. അവനെടുത്ത് ആ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിരുന്നെങ്കിൽ രക്ഷപ്പെടൂലായിരുന്ന? ഈ വല്ല പ്രശ്നം ഉണ്ടായിരുന്ന? അത് കൊള്ളാം, നല്ല വർത്താനം, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അത്രയ്ക്ക് തെണ്ണായിരുന്നു, എടുത്തോണ്ട് പോകാൻ എന്തായിരുന്നു ഹോസ്പിറ്റലിലോട്ട്? അത് മതിയായിരുന്നു. ഞാൻ നേരത്തെ ആണെന്തോ നിന്റെ വാക്ക് കേൾക്കാൻ തോന്നുന്നു എനിക്ക്. അതുകൊണ്ടേ നമ്മളോട് ജീവനോട് ഇരിക്കുന്നത്, അല്ലെ നാട്ടുകാർ പിടിച്ച് ഉരുക്കി റോഡി ഒഴിച്ചേനെ. അത് മതിയായിരുന്നു. അത് മതിയായിരുന്നു. കഷ്ടം നോക്കിക്കോണേ. ഇനി മേലാടേ ഒരു കാര്യത്തിനും നിന്റെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചു പോവല്ലേ. അയ്യോ, ഞാൻ വരുന്നില്ലേ, എന്നെ വിളിച്ചാലും ഞാൻ വരത്തുമില്ല. എനിക്ക് എന്റെ താല്പര്യമില്ല. വരാതിരുന്നാ മതി, അത്രേ ഉള്ളൂ. അത് കൊള്ളാം. ഒരുത്തരെ കൊണ്ടുവച്ച് വണ്ടി ഇടിച്ച് ഐസിയിലാക്കിയിട്ട് എന്റെ വണ്ടി കയറാൻ വരുന്നു. ഞാനൊരു 1000 തവണ പറഞ്ഞില്ല ഏട്ടാ, ഞാൻ വണ്ടി ഓടിക്കാന്ന്. ഞാൻ വണ്ടി ഓടിച്ചത് കൊണ്ട് അവൻ കുറച്ചുകൂടെ ജീവനോടെ ഇരിപ്പുണ്ട് ഇവിടെ. ഉണ്ടല്ലേ? നീ ഓടിച്ചത് കാണായിരുന്നു. എന്നാ അവൻ്റെ അടുത്തോട്ട് ചെല്ലും. ഇത് പറഞ്ഞോണ്ട് അവൻ്റെ അടുത്തോട്ട് ചെല്ലും. ഞാൻ പോകൂടാ. എനിക്ക് മനുഷ്യത്വമുണ്ട്. എനിക്ക് മനുഷ്യത്വമുണ്ടെന്ന്. മനുഷ്യത്വം കൊണ്ടാ ചെന്നാ മതി നീ പറയാൻ വേണ്ടി. അത് തന്നെ, അതുപോലെ ഭയങ്കര എടുത്തോട്ട് ചെല്ല്. ഞാൻ ചെല്ലും. ചെല്ല്. ഇത് ശരിയാക്കാൻ ഇത്ര അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ ശരിയാക്കോളാം. ശരിയാക്കിയാൽ മതി. എന്തായാലും ഞാനില്ല ഒരു പരിപാടിക്ക്. നിന്റെ വാക്കെടുത്ത് ഞാൻ ഒരു കാര്യം ഇനി ചെയ്യത്തു പോലും ചെയ്യണ്ട. നിങ്ങൾ ചങ്കക്കൊടോടി ഒരു സുന്ദരി പൊണ്ണാണോ, ഒരു സുന്ദരി പാപ്പാണോ, ഒരു കുഞ്ഞു മണിയാണോ? ഒന്ന് ചിച്ചേ പല്ലു വന്നോ നോക്കടേ. വർത്താനം പറയണു നിങ്ങൾക്ക്. എന്തുണ്ട് വിശേഷം? നീ എവിടെയും പോവാന്ന്? എവിടെയും പോകുന്നുണ്ട്? അല്ല, എന്നെ ഇവിടുന്ന് കെട്ടിക്കണമായിരിക്കും. നീ എന്തിനു ദേഷ്യപ്പെടുന്ന? എന്തിനാ? വേണ്ടടാ, എന്റെ ഭർത്താവിനെ ഇവിടുന്ന് ഓടിച്ച പിന്നെ ഞാൻ പിന്നെ പിടിച്ച് ഉമ്മ വെക്കാന്ന്. ഞാൻ ഇവിടെ എന്റെ പൊന്നുകളി സത്യമായിട്ട് ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞ, ചേട്ടൻ ഞാൻ വണ്ടി ഓടിച്ചോളാം ചേട്ടനടുത്ത് പറഞ്ഞ ചേട്ടൻ കേൾക്കാഞ്ഞിട്ടാ. നീ കേട്ടോ കേട്ടില്ലയോ, പക്ഷെ നീയും കൂടെ തന്നെ നിന്നില്ലേ എന്തായാലും. പിന്നെ ഞങ്ങക്ക് അറിയാതെ പറ്റിപ്പോയതാടി. ആടാ, നമുക്ക് മാത്രമാണ് ഇപ്പൊ ഇവിടെ അറിഞ്ഞോണ്ട് പറ്റിയത്. നിങ്ങൾക്ക് അറിയാതെ പറ്റി. എടാ, നിനക്ക് അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും എന്താണെന്ന് പറയാൻ പാടില്ലായിരുന്നു. അത് പിന്നെ എടി, നിന്റെ അടുത്ത് പറഞ്ഞേ നീ അളിയന്റെ അടുത്ത് പറയും, അളിയനത് പ്രശ്നമാക്കുമെന്ന് വിചാരിച്ചിട്ടാ നിന്റെ അടുത്ത് പറയാം. കറക്റ്റ്. ഇപ്പൊ പിന്നെ ആർക്കും ഇവിടെ പ്രശ്നമായിട്ടില്ല അല്ലേ? നിങ്ങളൊക്കെ സേഫ് അല്ലേ? സന്തോഷല്ലേ? ഹാപ്പി അല്ലേ? ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ലേ സത്യമായിട്ട് അങ്ങനെ ചെയ്തല്ലേ? നമ്മള് മനഃപൂർവ്വം ചെയ്തതാടാ. നമ്മളിവിടെ മനഃപൂർവ്വം ചെയ്തതായിരുന്നു. നിങ്ങളെയൊക്കെ വിശ്വസിച്ച അത് ഫസ്റ്റ് തെറ്റ്. എടി, ഇതൊക്കെ ഒരു സമയദോഷമായിട്ട് കണ്ടാ പോരെ? ശരിക്കും അതെ, സമയദോഷമാണ്. എന്റെ 2 നല്ല ആങ്ങളമാരുണ്ടായി എനിക്ക്. നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ മനഃപൂർവ്വം നിന്നെ ചതിക്കുമെന്ന്? ഇപ്പൊ നിങ്ങൾ പിന്നെ എന്തുവാ ചെയ്തത്? എടാ, ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ കൂടെ നിന്നില്ല എന്റെ ശിവേട്ടൻ. എന്നിട്ട് ഇങ്ങനെ തന്നെ വേണോടാ? കുറച്ച് മനസാക്ഷി വേണം. അത് പിന്നെ എടി, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ലോ. പിന്നെ ഇതിന് എന്തുവാ പറയുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞിട്ട് മറച്ചു വെച്ചതിന് മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് തന്നെയാ പറയുന്നത്. എടാ, ആരെങ്കിലും ഒരാൾ ഇത്തിരി ഒരു സ്നേഹമോ നന്ദിയോ ആ മനുഷ്യനോട് കാണിക്കുന്നുണ്ടോ? ആദ്യം അച്ഛൻ കണക്ക് പറഞ്ഞു, എന്നിട്ട് ആ മനുഷ്യൻ ഇല്ലാത്ത കടം മൊത്തം ഉണ്ടാക്കി കൊണ്ടുപോയി ആ പൈസ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങളും. നീ പോടാ അവിടുന്ന്. നിനക്ക് കുഴപ്പമില്ല. കൊച്ചിനെ ഞാൻ കളിപ്പിച്ചോളാം, എനിക്കറിയാം കളിപ്പിക്കാനോ. വാ. അളിയനിപ്പം കോഴിക്കോട് അല്ല കാസർഗോഡൊക്കെ പോയി ജോലി ചെയ്തിട്ടില്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലോ. നിങ്ങളിപ്പോ ഓക്കെ ആണല്ലോ? കൊള്ളാം, നന്നായിട്ടുണ്ട് എന്തായാലും കേട്ടോ. മാറങ്ങോട്ട്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ